KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫും TK ഗോവിന്ദൻ മാസ്റ്ററും ഇരിട്ടിയിൽ കൂടിക്കാഴ്ച നടത്തി. ശനിയാഴ്ച രാവിലെ 10:30ഓടെയാണ് മുൻ CPIM നേതാവും തളിപ്പറമ്പിൽ UDF പിന്തുണയോടെയുള്ള സ്ഥാനാർത്ഥിയായ TK ഗോവിന്ദൻ മാസ്റ്റർ KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLAയുടെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തിയത്. 10 മിനിറ്റ് നേരം അടച്ചിട്ട മുറിയിൽ ഇരുവരും സംസാരിച്ച ശേഷം പുറത്തെത്തി ഗോവിന്ദൻ മാസ്റ്റർ ആദ്യം പ്രവർത്തകരെ കണ്ടു. ജില്ലയിലെ മുതിർന്ന CPIM നേതാക്കൾ ഞാൻ സ്വീകരിച്ച നിലപാടിനൊപ്പമാണെന്ന് TK ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ബൂത്ത് മുതൽ ജില്ലാ സെക്രട്ടേറിയറ്റ് വരെ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തിന് എതിരായിരുന്നു. എന്നാൽ അത് അടിച്ചേൽപ്പിക്കുകയായിരുന്നു എന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. കോൺഗ്രസ് നേതാക്കളോടൊപ്പമായിരുന്നു TK ഗോവിന്ദൻ മാസ്റ്ററുടെ സന്ദർശനം. സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഒരാളാണ്. എനിക്ക് UDF പിന്തുണ നൽകിയിട്ടുണ്ട്. KPCC പ്രസിഡന്റ് എന്നുള്ള നിലക്ക് ഞാൻ ശക്തമായ പിന്തുണയാണ് എനിക്ക് ആദ്യം മുതൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ ആ നിലക്ക് KPCC പ്രസിഡന്റിനെ കാണുക, നോമിനേഷൻ കൊടുക്കുന്ന കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രസിഡന്റ് കണ്ടിട്ടുള്ളത്. എന്താണ് ഉറപ്പ് തന്നിരിക്കുന്നത്? കൈപ്പത്തിയിൽ മത്സരിക്കണമെന്നൊരു ഡിമാൻഡ് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ഡിമാൻഡും ഇല്ല. എന്നോട് നേതാക്കന്മാരൊക്കെ കണ്ടപ്പോൾ പറഞ്ഞത് മാഷം നിലപാടുമായിട്ട് മുമ്പോട്ട് പോയിരിക്കും. ഞങ്ങളുടെ ശക്തമായ പിന്തുണയുണ്ടാവും, UDFന്റെ പിന്തുണയുണ്ടാവും. ഇന്നലെ സുധാകരനെ കണ്ടപ്പോഴും ഇപ്പോൾ സണ്ണി വക്കീലിനെ കണ്ടപ്പോഴും ഒക്കെ പറഞ്ഞത് ഞങ്ങളെല്ലാം ശക്തമായ പിന്തുണയുണ്ടാവും, മാഷം നിലപാടുമായി മുമ്പോട്ട് പോകും. പക്ഷേ ഒരു റിബൽ സ്ഥാനാർത്ഥി റെഡിയായി നോമിനേഷൻ കൊടുക്കാൻ ഒരാള് അതൊക്കെ പാർട്ടി പരിഹരിച്ചു. KPCC പിന്നെ കോൺഗ്രസ് പാർട്ടിക്ക് അതിനുള്ള കാര്യത്തിലുണ്ടല്ലോ, അത് പരിഹരിക്കാൻ ഇതുവരെ അങ്ങനെ ഒരു വിവരം ഇല്ലല്ലോ. ഞാൻ ചോദിക്കുന്നത് അതൊക്കെ കൈകാര്യം ചെയ്യാനുള്ള സംഘടനാ സംവിധാനവും കാര്യവും എല്ലാം KPCCക്കും കോൺഗ്രസിനും ഉണ്ടല്ലോ, അത് അവർ കൈകാര്യം ചെയ്യും. പക്ഷേ ഇതുവരെ പ്രചരണത്തിൽ ഇറങ്ങുകയോ വോട്ട് നേടുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇന്ന് പോലെ തുടങ്ങുന്നത്രേ. ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും പ്രചണ്ഡമായ രീതിയിൽ ഇങ്ങനെ വലിയ രീതിയിൽ അങ്ങനെ ഒരു പ്രചരണം ഉദ്ദേശിക്കുന്നേ ഇല്ല. കാരണം ഒന്ന്, ജനങ്ങളുടെ മനസ്സിൽ ഞാനുണ്ട്. ഞാൻ ഉയർത്തുന്ന ആശയത്തിനെതിരെ ജനങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഞാനത് കൊണ്ടുപോയിട്ട് കൊട്ടിക്കൊഴിച്ച് പ്രസംഗിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങൾ സൃഷ്ടിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ അപ്പോൾ ജനങ്ങളുടെ ഒറ്റ കാര്യം പറയുന്നുള്ളൂ, ഈ പറയുന്ന അനീതിക്കെതിരായിട്ട് അനീതിയെ ചോദ്യം ചെയ്യണം. അതിനവർ എന്നോടൊപ്പം ഉണ്ട്. അതിന് ഞാനിങ്ങനെ വലിയ പ്രചരണം നടത്തണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. അത് നിങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അവരൊക്കെ മനസ്സിലുണ്ട്. LDF ക്യാമ്പ് പറയുന്നത് നേരത്തെ തന്നെ ടീച്ചർക്കെതിരെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഗോവിന്ദൻ മാസ്റ്റർ സ്ഥാനാർത്ഥിയായി വരുന്നതോടുകൂടി അവർ സംഘടനാപരമായി ശക്തിപ്പെട്ടു, എതിർപ്പുകൾ കുറഞ്ഞു എന്നൊക്കെയാണ്. അങ്ങനെ സംഭവിക്കുന്നുണ്ടോ? അതൊക്കെ അവർക്ക് ആശ്വസിക്കാം. കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ടീച്ചർ മത്സരിക്കുന്ന തളിപ്പറമ്പ് മണ്ഡലത്തിലാണ് അപ്പോൾ അവരെല്ലാം ശക്തിയും കേന്ദ്രീകരിച്ചിട്ടുള്ളത്. എന്തിനാണത്? ഇപ്പോൾ നിങ്ങൾക്കറിയാലോ, നമ്മൾ ശൈല ടീച്ചർ പേരാവൂര മത്സരിക്കുന്നത്. തളിപ്പറമ്പിൽ മത്സരിക്കുന്ന ശ്യാമള ടീച്ചർക്ക് വേണ്ടിയിട്ടാണ് ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ അവിടെ 24 മണിക്കൂറും ഉള്ളത്. പാർട്ടിയുടെ മുൻ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള P ജയരാജനും അവിടെ തമ്പടിച്ച് പ്രവർത്തിക്കുകയാണ്. എന്നാൽ അവിടെ കഴിഞ്ഞ എല്ലാ ഇലക്ഷനിലും ചുമതല എടുത്ത് പ്രവർത്തിച്ച ഞാൻ ഒരാളാണ്. അവിടുത്തെ പാർട്ടിയെ നയിച്ചത് ഞാൻ ഒരാളാണ്. ഇപ്പോഴത്തെ പ്രഗത്ഭ ശക്തികൾ വേണ്ടി വന്നത് എന്തുകൊണ്ടെന്ന് അവർ ആലോചിക്കട്ടെ. ഇതുവരെ ഇല്ലാതെ എന്തുകൊണ്ട് അവർക്ക് വേണ്ടി വന്നു? അന്ന് തീർച്ചയായിട്ടും അങ്ങനെയുള്ള കരുതുന്നുണ്ട്. അല്ലെങ്കിൽ ഇതുവരെ ഇല്ലാത്തതാണല്ലോ. ഇതുവരെ ഇപ്പോ അവിടെ ചുമതല നിശ്ചയിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചുമതല നിശ്ചയിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇവർ 3 പേർക്ക് മുതൽ TK ഗോവിന്ദൻ മാസ്റ്ററും കൂടെ ചുമതലയാണ്. ഞാൻ പറഞ്ഞു എൻ്റെ ആവശ്യം അവിടെ ഇല്ല, നിങ്ങൾ 2 പേരുണ്ടല്ലോ. അപ്പൊ അന്ന് അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ ശ്യാമള ടീച്ചർ സ്ഥാനാർത്ഥി കൊണ്ടുവരുമ്പോ തന്നെ ഈ ജയരാജന്മാരെ ചുമതലയും കൊടുത്ത് നിശ്ചയിച്ചു വിടുകയാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇവരെ ജയിപ്പിച്ചെടുക്കുക, അതിനുവേണ്ടി ഉള്ള പ്രചരണം നടത്താനാണ് അവർ ഉദ്ദേശിക്കുന്നത്.